everyone. Welcome to this webinar. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ കൂടെ പങ്കുചേരുന്ന സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിലെ സുവിശേഷകൻ ശ്രീ പ്രകാശ് യേശുദാസിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇത് ഇന്ന് നമ്മുടെ മാസം തോറുമുള്ള പ്രേസിയുടെ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. നമ്മള് നേരത്തെ അതിന്റെ നോട്ട്സ് അയച്ചു തരാനായിട്ട് നമുക്ക് സാധിച്ചില്ല, എങ്കിലും അത് തുടർന്ന് അത് അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ നമ്മൾ റെക്കോർഡിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഓൾസോ ക്യാൻ ബി ഷെയർഡ് വിത്ത് those who need it. ഓക്കെ, നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് പഠിക്കുവാനായിട്ടുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് or a theme, that is the justice of God and social justice. ദൈവിക നീതിയും സാമൂഹിക നീതിയും. അപ്പോൾ ദൈവിക നീതി എന്നാൽ എന്താണ്, സാമൂഹിക നീതി എന്നാൽ എന്താണ്, അത് തമ്മിലുള്ള ബന്ധം എന്താണ്, അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ദൈവിക നീതി എന്നതും സാമൂഹിക നീതി എന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വാട്ട് ഇറ്റ് ആക്ച്വലി മീൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും, ഹൗ ദി സോഷ്യൽ ജസ്റ്റിസ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഗോഡ്സ് ജസ്റ്റിസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട്, ദൈവദിനത്തിൽ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്കിന്ന് നമ്മുടെ സ്റ്റഡി ലീഡ് ചെയ്യുന്നത് ശ്രീ ഐസക് തോമസ് ആണ്. ഐസക് തോമസിനെ നിങ്ങളുടെ I think almost all of you know him, so I think there is no need of a formal introduction. എങ്കിലും maybe later on റെക്കോർഡിങ്ങിൽ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ പരിചയമില്ലാത്തവർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നത് കൊണ്ട് ഞാൻ വളരെ ബ്രീഫായിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം തിരുവല്ലയ്ക്ക് അടുത്തുള്ള മല്ലപ്പള്ളി ആണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര പഠനം പൂനെയിലുള്ള യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിലാണ് ചെയ്തത്. BD, അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലെ മാസ്റ്റർ ഓഫ് തിയോളജി MTH അദ്ദേഹം കരസ്ഥമാക്കിയുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന പങ്ക്, അതായത് മേജർ ടൈം വിദ്യാർത്ഥികളുടെ ഇടയിൽ ആണ് അദ്ദേഹം, വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ക്രിസ്തീയ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത്. UESI, യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്ന ഭാരതീയ ക്രിസ്തീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഫുൾ ടൈം സ്റ്റാഫ് വർക്കറായിട്ട് അദ്ദേഹം ഏകദേശം 30 വർഷങ്ങളോളം കേരളത്തിന് പുറത്തും ദേശീയ തലത്തിലും ഒക്കെ പ്രവർത്തിക്കുകയുണ്ടായി. വളരെ സുത്യർഹമായിട്ടുള്ള സേവനം അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ഈ ക്രിസ്തീയ പ്രവർത്തനത്തിൽ കാഴ്ചവെക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ താല്പര്യം, അദ്ദേഹത്തിന്റെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്, അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള കാര്യങ്ങളിൽ ഒന്ന് ഇറ്റ് ഈസ് ദി ദൈവവചന പഠിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എക്സ്പോസിറ്ററി പ്രീച്ചിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിന്റെ അത്തരത്തിലുള്ള വ്യാഖ്യാനം, പ്രഘോഷണം അദ്ദേഹം വളരെയധികം താല്പര്യപ്പെടുന്ന ഒന്നാണ്. അദ്ദേഹം ഇപ്പോൾ കുടുംബമായിട്ട് മല്ലപ്പള്ളി, അല്ലെങ്കിൽ മല്ലപ്പള്ളിക്ക് അടുത്തുള്ള പനയമ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. His wife Shirley also is a theological graduate. ഷേർലിയും ദൈവശാസ്ത്ര ബിരുദധാരിണിയാണ്. 2 മക്കൾ, ആശ്രിത് ആൻഡ് ആശിഷ്, 2 ആൺമക്കളാണുള്ളത്. സോ കുടുംബമായിട്ട് അവര് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു അദ്ദേഹം ഇപ്പോൾ ട്രേസിയുടെ ഡയറക്ടർ ഫോർ ട്രെയിനിങ്ങിന്റെ ചുമതലയുള്ള ഒരു ഫുൾ ടൈം സ്റ്റാഫായിട്ട് ട്രേസിയിൽ സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തെ നമ്മുടെ ഇന്നത്തെ ഈ വേദപഠന
ക്ലാസ് നയിക്കുന്നതിന് ലഭിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ട്രേസിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന ശ്രീ മാത്യു വർഗീസ് പ്രാരംഭ പ്രാർത്ഥന നടത്തുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും ഇങ്ങനെ കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ചതിനായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളിന്ന് കൂടി വന്ന ഈ ചെറിയ കൂട്ടമായിട്ട് ഞങ്ങൾ കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ആലോചനകൾ പങ്കുവയ്ക്കുവാൻ, അത് തമ്മിൽ ഡിസ്കസ് ചെയ്യുവാനൊക്കെ വേണ്ടതായിട്ടുള്ള സാഹചര്യം അവിടെ നിന്ന് ഒരുക്കി തരണമേ. പ്രത്യേകിച്ചും ഐസക്കിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. എൻ്റെ മകൻ എൻ്റെ അവിടുന്ന് കൊടുത്തതായിട്ടുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്നതായിട്ടുള്ള സമയം അത് മീനിങ് ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും അവിടുത്തെ രാജ്യത്തിൻ്റെ വക്താക്കളായി നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. അതിനായിട്ട് ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ അവിടുത്തെ ശബ്ദം ഈ ഞങ്ങളുടെ ഈ കോൺവെർസേഷനിൽ ഞങ്ങൾക്ക് ശ്രവിക്കുവാൻ, അതനുസരിപ്പാൻ ഒക്കെ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. സന്ധ്യാസമയം ഞങ്ങൾ ചിലവഴിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ സമർപ്പണത്തിൽ മാത്രമല്ല, ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കൂട്ടങ്ങളില്, സഭകളില്, ഞങ്ങളുടെ എല്ലാ കമ്മ്യൂണിറ്റീസിലും അതിന് ഉള്ളൊരു സ്വാധീനം ഉണ്ടാകത്തക്കണം ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമേ. ഞങ്ങൾ കുറച്ച് സമയം ചിന്തിക്കുന്നത് മാത്രമല്ല, അത് മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായി ചിന്തിക്കുവാനായിട്ടും കർത്താവെ അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരുപ്പാനായിട്ടും നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജീവിത ശൈലിയിൽ കർത്താവ് ഈ സമൂഹത്തിൽ നിനക്കായി പ്രവർത്തിപ്പാനായിട്ടും ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ, അതിനുവേണ്ടി ഒരുക്കണമേ. കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഈ സന്ധ്യാസമയം നിന്റെ മകളിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ മകനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, അവിടെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. യേശുനാഥിൽ അപേക്ഷിക്കുന്നു, കൃപയുടെ കേൾക്കണമേ. ആമേൻ. നമുക്ക് തുടർന്ന് ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാവുന്നതുപോലെ, നാം വിശ്വസിക്കുന്നത് പോലെ ബൈബിൾ ദൈവവചനമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന് കാരണം അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എഴുതപ്പെട്ട ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രചോദിതമായി എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം നാം മനസ്സിലാക്കുന്നതും ദൈവാത്മാവിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമ്മളോട് ഇടപെടുന്നതിനായി, സംസാരിക്കുന്നതിനായി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇരിക്കാം. ഈ ടോക്കിന് ശേഷം നമുക്ക് സംശയങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നതിനോ ഉള്ള അവസരവും ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിയുന്നത്ര ആളുകൾ വീഡിയോ ഓപ്പൺ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം സംസാരിക്കുന്നവർക്ക് അത് കുറച്ചുകൂടെ മേക്സ് ഇറ്റ് മോർ, കുറച്ചുകൂടെ അവർക്ക് മീനിങ് ഫുൾ ആയിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് ടു എ സ്ക്രീൻ, ഒരു മനുഷ്യജീവികളോട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അവർക്ക് ഉറപ്പാക്കുവാനായിട്ട് സാധിക്കും. സോ ചിലർക്ക് കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് ദാറ്റ്സ് ഫൈൻ. അല്ലാത്തവർ, കഴിയുന്ന ആളുകളൊക്കെ വീഡിയോ ഓൺ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഈ സമയത്ത് ഞാൻ ശ്രീ ഐസക് തോമസിനെ ദൈവവചന പഠനത്തിനായിട്ട് ക്ഷണിക്കും. ഓക്കെ, ഗുഡ് ഈവനിങ് ടു ഓൾ. ഈ സന്ധ്യാ സമയത്ത് കേൾക്കാമല്ലോ? ഓക്കെ, ഈ സന്ധ്യയ്ക്ക് നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സമയം ഓൾറെഡി നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരു 30 to 40 മിനിറ്റ്സിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞ് ബാക്കി സമയം ഡിസ്കഷൻ എടുക്കണമെന്നാണ് നമ്മുടെ താല്പര്യം. പക്ഷേ നമ്മൾ തുടങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എത്രയും വേഗം എൻ്റെ സ്റ്റഡിയും പ്രസൻറ്റേഷനും തീർക്കാമെന്ന് ആഗ്രഹിച്ചിട്ട് കൂടുതൽ സമയം തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോ കഴിഞ്ഞ ജൂലൈ 5-ാം തീയതി
ഫാദർ സ്റ്റാൻ സ്വാമിയുടെ വളരെ പെട്ടെന്നുള്ള നിര്യാണ വാർത്ത കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കൂടി എന്നെ മതിച്ച പല ചോദ്യങ്ങളും കടന്നുപോയി. അതിലെ ഒരു ചോദ്യം, തൻ്റെ ജീവിതം മുഴുവനും അശരണർക്ക് വേണ്ടിയും നിരാലംബർക്ക് വേണ്ടിയും ഇന്ത്യയിലെ പാവപ്പെട്ടവരായ ആദിവാസികൾക്ക് വേണ്ടിയും ജീവിതം ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിച്ചിട്ട് അവസാനം നീതി കിട്ടാതെ മരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്നെ അതിലും ചിന്താക്കുഴപ്പത്തിലാക്കി. നമ്മുടെ സ്വർഗീയ പിതാവ് വിളിച്ച് തൻ്റെ വേലയിലാക്കിയ സ്റ്റാൻ സ്വാമിക്ക് ദൈവത്തിൽ നിന്ന് നീതി ലഭിച്ചു. ഞാൻ ആ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരവല്ല പറയാൻ പോകുന്നത്, അതിനാലും ചിന്തിക്കാൻ പോകുന്നത്. എന്നാൽ അതിനോട് ചേർത്താണ് നമ്മൾ ഇന്നത്തെ ഈ വിഷയം ഞാൻ തിരഞ്ഞെടുക്കുവാനായിട്ട് എനിക്കിടയായത്. നേരത്തെ നമ്മുടെ ജേക്കബ് സാമുവൽ പറഞ്ഞതുപോലെ വളരെ ഗഹനമേറിയ ആഴമേറിയ വളരെ ആഴവും പരപ്പുമുള്ള ഒരു വിഷയമാണിത്. എന്നാൽ ഇന്ന് സന്ധ്യയ്ക്ക് നമുക്ക് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും എല്ലാ തലങ്ങളിലേക്കും നമുക്ക് പോകുവാനായിട്ടുള്ള സമയം കിട്ടുകയില്ല. അതുകൊണ്ട് ഒരുപക്ഷെ വളരെ ലിമിറ്റഡ് ആയിട്ട് ഒരു പ്രത്യേക വാക്യം തിരഞ്ഞെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വളരെ ലിമിറ്റഡ് സ്കോപ്പിൽ ഒരുപക്ഷെ അതിൻ്റെ ഈ ഒരു വിഷയത്തിൻ്റെ ഒരു ഐസ്ബർഗ് പോലെയാണെങ്കിൽ അതിൻ്റെ ഒരു ടിപ്പ് മാത്രമേ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ള സമയമുള്ളൂ എന്ന് ഞാൻ ആമുഖമായിട്ട് ഓർപ്പിക്കട്ടെ. ഈ സ്റ്റഡി ഒരുപക്ഷെ അനേകർക്കും ഞാൻ ഈ തലക്കെട്ട് തന്നെ ഒരു പ്രോബ്ലമാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ സ്റ്റഡിയുടെ തലക്കെട്ട് പറഞ്ഞത് ജസ്റ്റിസ് ഓഫ് ഗോഡ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ്. പിന്നെ നമ്മളത് ഫ്ലയറിനകത്ത് കിട്ടപ്പോൾ ദൈവവും ഗോഡ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് അത് നമ്മൾ ഇട്ടിരുന്നത്. ആ തലക്കെട്ട് തന്നെ ഒരുപക്ഷെ അനേകർക്ക് ഒരു പ്രശ്നമാകാൻ കാരണമുണ്ട്. കാരണം അനേകം ആത്മീയരെ സംബന്ധിച്ചിടത്തോളം ദൈവവും സാമൂഹ്യ നീതിയും രണ്ട് വ്യത്യസ്ത ചേരികളിലാണ്. സോ ഫോർ മെനി ദ ടൈറ്റിൽ ഓഫ് എ സ്റ്റഡി ഇറ്റ്സെൽഫ് മൈറ്റ് ബി പ്രോബ്ലമാറ്റിക് ബിക്കോസ് God and social justice are like two irreconcilable opposites. So the intent of this study is to show that social justice should be the reflection of God's very character, and ensuring social justice is the will of God, and the absence or the denial of social justice breaks the heart of God. അതുകൊണ്ട് ഈ സന്ധ്യയിൽ ഈ സ്റ്റഡിയിൽ കൂടി ഊന്നി പറയണമെന്ന് ആഗ്രഹിക്കുന്നത് സാമൂഹ്യ നീതി എന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രതിഫലനവും ദൈവ മനസ്സിന്റെ താല്പര്യവും അവന്റെ ഹൃദയത്തിന്റെ വേദനയുമാണ് എന്നുള്ളതാണ്. So there are divergent views among Christians on the topic of social justice. On the one side of the spectrum, the Bible-believing community who are concerned primarily about saving the souls, leaving the matters of social justice to politicians and worldly people. We see on the other spectrum many who actively engage in social justice, envisioning an utopian world but without the God factor. So in between these two extremes, we come across a wide variety of views held by both Christians and non-Christians. In this scenario, it is crucial to explore the teaching of the Bible for the followers of Christ. ഞാൻ എൻ്റെ സ്റ്റഡിയുടെ നോട്ട്സ് മുഴുവൻ ഇംഗ്ലീഷിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഞാൻ മലയാളത്തിലാക്കുന്നില്ല, ചിലതൊക്കെ മാത്രമേ മലയാളത്തിലാക്കുന്നുള്ളൂ. എനിക്ക് നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും നല്ല ഇംഗ്ലീഷ് അറിയാവുന്നവരാണ്. അതുകൊണ്ട് ഞാൻ അതെല്ലാം നമുക്ക് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി പറയുമ്പോൾ സമയം കൂടി എടുക്കുന്നതുകൊണ്ട് എല്ലാത്തിലും ഞാൻ അങ്ങനെ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പ്രധാനമായിട്ട് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ പല വിധത്തിലുള്ള ചിന്താഗതികളുണ്ട് സാമൂഹ്യ നീതിയെക്കുറിച്ച്. ഒന്ന്, പ്രത്യേകിച്ചും ആത്മരക്ഷയെക്കുറിച്ച് ഭാരപ്പെടുന്ന സുവിശേഷ വിഹിത അനേക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും സാമൂഹിക നീതി എന്നുള്ളത് അത് രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റിനൊക്കെ വിട്ടുകൊടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അത് നമുക്കൊന്നും അല്ലെങ്കിൽ സഭയ്ക്കും ആത്മീയർക്കൊന്നും വലിയ റോളില്ല എന്ന് ചിന്തിക്കുന്നു. അതേസമയം അതിൻ്റെ വേറൊരു ധ്രുവത്തിൽ നിൽക്കുന്നത് സാമൂഹ്യ നീതിയിൽ ഇടപെടുന്നത് മുഖാന്തരം ഒരു ഉട്ടോപ്യൻ ചിന്താഗതിയിലൂടെ ഒരു സമത്വ സുന്ദരമായ ലോകം സ്വയപരിശ്രമത്തിലൂടെ കെട്ടിപ്പടുക്കാം എന്ന് ചിന്തിക്കുകയും അവിടെ ദൈവത്തെ പരിപൂർണമായിട്ട് പുറത്താക്കുകയും ചെയ്യുന്ന ഒരു ചിന്താഗതിയുണ്ട്. ഇത് രണ്ട് എക്സ്ട്രീമാണ്. ഈ രണ്ട് എക്സ്ട്രീമിനിടയ്ക്ക് ഇതിൻ്റെ അനവധിയായിട്ടുള്ള വ്യൂസ് നമുക്ക് വേറെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ അത്യാവശ്യമാണ് എന്താണ് ബൈബിൾ എന്താണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ടിമോത്തി കെല്ലർ എന്ന് പറയുന്ന
ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Most people know that Jesus came to bring forgiveness and grace. Less well known is the biblical teaching that a true experience of the grace of Christ inevitably motivates a man or woman to seek justice in the world. Let me repeat that again. Most people know that Jesus came to bring forgiveness and grace. Less well known is the biblical teaching that a true experience of Jesus Christ, grace of Christ, inevitably motivates a man or woman to seek justice in the world. So within this limited scope of this study, we would primarily search the meaning of Matthew chapter 5 verse 6 with an overview of Bible's assertions, a few of the Bible's assertions, not all, on the topic under consideration. വളരെ നമുക്ക് പരിചിതമായിട്ടുള്ള ഭാഗമാണ് മാത്യു ചാപ്റ്റർ 5-6 എന്ന് പറയുന്നത്. യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തില് കർത്താവ് പറയുന്ന ആ വാക്യം മലയാളത്തില് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവം അവരെ സംതൃപ്തരാക്കും. അത് നമ്മുടെ പഴയ മലയാളം ഭാഷയിലെ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. So blessed are those who hunger and thirst after righteousness, for they will be filled. വളരെ പെട്ടെന്ന് ഇതിന്റെ ഒരു ആമുഖം മാത്രം പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. മത്തായിയുടെ സുവിശേഷം 5 മുതലുള്ള 7 വരെയുള്ള അധ്യായങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. അത് കർത്താവിന്റെ ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആൻഡ് ദാറ്റ് പ്രൈമറിലി ഡീൽസ് വിത്ത് ദി എത്തിക്സ് ഓഫ് ദ കിങ്ഡം. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രധാന ഭാഗമാണ് ഈ 3 അധ്യായങ്ങൾ. And it shows in greater detail the repentant lifestyle that characterizes the people of the kingdom. So the Sermon on the Mount shows in greater detail the repentant lifestyle that characterizes the people of the kingdom. Also, Jesus Christ summarized the characteristics that portray the blessedness of the life of a disciple of Christ in the Sermon on the Mount, specifically in the Beatitudes. അപ്പോൾ ആ ഗിരിപ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗത്തുള്ള ബിയാറ്റിറ്റ്യൂഡ്സിൽ ദൈവരാജ്യത്തിന്റെ പ്രജകളുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എപ്രകാരമാണെന്നുള്ളത് കർത്താവ് അവിടെ വരച്ചു കാട്ടുന്നു. അതിലെ ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്നെടുത്തത്. So while many non-Christians are attracted to Christ because of the Sermon on the Mount, the Christian communities have failed to understand and assimilate it, either due to their negligence or due to their self-righteousness. Hence, as we study a small element from the Beatitudes, let us pray that it would lead all of us to repentance and a transformed lifestyle as the disciples of Christ. Let me give you 2 primary observations. Number 1, first of all, it is important to note that Jesus Christ primarily addressed disciples in the Sermon on the Mount. അത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത് കാണുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നതാണ്. Therefore, any sincere follower of Christ today cannot avoid the inherent demands and the implications of the Sermon on the Mount. കർത്താവ് അടിസ്ഥാനപരമായി ഇത് ശിഷ്യത്വ സമൂഹത്തോട് പ്രസ്താവിച്ച കാര്യങ്ങളായതുകൊണ്ട് അതിന്റെ വിവക്ഷ, അതിന്റെ അർത്ഥം, അത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് യേശുക്രിസ്തുവിനെ പിന്തുടരുവാൻ, ആത്മാർത്ഥമായി പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യനും ഒഴിവാക്കാൻ കഴിയാത്ത സംഗതിയാണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ. രണ്ടാമത്, we need to be cautious of the attempts to just spiritualize and thus reduce the meaning of the Beatitudes, so that we would truly understand the significance and practical applications of these for our day-to-day lives in our neighborhood and society. പലപ്പോഴും ഈ ഗിരിപ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗത്തുള്ള ബിയാറ്റിറ്റ്യൂഡ്സ്, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ എക്സ്പോസിഷൻസ് ഒക്കെ പലപ്പോഴും നാം കേൾക്കുന്നത് കൂടുതലും അത് ഒരു ഓവർ സ്പിരിച്വലൈസ് ചെയ്ത് അതിൻ്റെ ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ മീനിങ് പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. So let me start with a brief explanation of Matthew chapter 5 verse 6. Blessed are those who hunger and thirst after righteousness, for they will be filled. Let us ask the question, who are the one who hunger and thirst after righteousness? ഇവിടെ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ആരാണ്? ആരെക്കുറിച്ചാണ് ഇത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം,
ഈ ബിയാറ്റിറ്റ്യൂഡ്സിന്റെ എല്ലാ വാക്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. മലയാളത്തിൽ ഭാഗ്യവാന്മാര് അല്ലെ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നുള്ള, ഇംഗ്ലീഷില് ബ്ലെസ്സഡ് അല്ലെ മക്കാരിയോയ് എന്ന ഗ്രീക്ക് പദം. ആ പദം it refers to the deep inner joy of those who have long awaited the salvation promised by God, who now begin to experience its fulfillment. യേശു കർത്താവിൽ കൂടെ മശിഹായുടെ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്ന ജനസമൂഹം മശിഹായുടെ രക്ഷയിൽ പുൽകുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന ആ ആത്മീയ സന്തോഷത്തിന്റെ അനുഭവത്തെ റെഫർ ചെയ്യുന്ന ഒരു വാക്കാണ് ബ്ലെസ്സഡ് എന്നുള്ളത്. അപ്പം അത് ക്രിസ്തുവിലൂടെയാണ് ഈ ദൈവരാജ്യത്തിന്റെ പ്രജകളായി നാം മാറുന്നതും. അപ്പൊ ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഈ ഒരു ബ്ലെസ്സഡ് എക്സ്പീരിയൻസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള ആ ഒരു കാര്യം നോട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. നമുക്കറിയാം ഈ 6ാമത്തെ വാക്യം എന്ന് പറയുന്നത് 4ാമത്തെ ബിയാറ്റിറ്റ്യൂഡാണ്. ദി ഫോർത്ത് ബിയാറ്റിറ്റ്യൂഡ് നെയിംസ് ദി ലിറ്ററലി ഹംഗ്രി ആൻഡ് തേഴ്സ്റ്റി. ഹാഗ്നർ എന്ന് പറയുന്ന ഒരു ബൈബിൾ സ്കോളർ പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ ഡൗൺ ട്രോഡൻ ആൻഡ് ഒപ്രസ്ഡ് who especially hunger and thirst after the justice associated with the coming of God's eschatological rule. ഇത് വെറും ആത്മീയമായിട്ട് ദാരിദ്ര്യം അനുഭവിച്ച ഒരു കൂട്ടം ജനങ്ങളെയല്ല, മറിച്ച് വാസ്തവത്തിൽ അക്ഷരീകമായി ദാരിദ്ര്യം അനുഭവിച്ച ജനങ്ങളുടെ രോദനത്തിന്റെ ഫലമായി അവരുടെ ബേസിക് നീഡ്സ് പോലും ഡിനൈ ചെയ്തപ്പോൾ, അത് ലഭിക്കാതിരുന്നപ്പോൾ അവരുടെ ദൈവത്തിലുള്ള അവരുടെ ആശ്രയം, അവരുടെ ദൈവത്തോടുള്ള അവരുടെ ദൈവത്തിൽ നിന്നെങ്കിലും അവർക്ക് നീതി ലഭിക്കുമെന്നുള്ള ദൈവത്തിലുള്ള വലിയ ആശ്രയത്തിന്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അതിനോട് ചേർന്ന് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. അതിന്റെ കാരണം നമ്മൾ ഗിരിപ്രഭാഷണം ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ബിയാറ്റിറ്റ്യൂഡ്സോടെ ചേർക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ ആദ്യത്തേത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നുള്ളത് അവിടെ ലൂക്കോസ് പറയുന്നത് ആത്മാവിൽ എന്ന് പറയുന്നില്ല, ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നേ പറയുന്നുള്ളൂ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഗിരിപ്രഭാഷണത്തിന്റെ 5-ാം അധ്യായം 3 വാക്യം 3, 4, 5 വാക്യങ്ങളിൽ ഉള്ള പദപ്രയോഗങ്ങൾ ആത്മാവിൽ ദരിദ്രരായവർ, അതുപോലെ തന്നെ ദോസ് ഹു ആർ മോർണിംഗ് അല്ലെങ്കിൽ ദുഃഖിക്കുന്നവർ, അതുപോലെ സൗമ്യതയുള്ളവർ, ഇവരെക്കുറിച്ചെല്ലാം ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് എൻ്റെ നോട്ടിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമയക്കുറവ് മൂലം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ ഈ പദങ്ങളെല്ലാം സൂചിപ്പിച്ചിരിക്കുന്നത് ആക്ഷരികമായി ദാരിദ്ര്യവും ദുഃഖവും ക്ലേശവും അനുഭവിച്ചിട്ട് നീതി നിഷേധിക്കപ്പെട്ടതുകൊണ്ട് നീതി ലഭിക്കാതെ വളരെയധികം ഒപ്രസ്ഡ് ആയിട്ട് വളരെയധികം ബ്രോക്കൺ ആയിട്ടുള്ള അവസ്ഥയിൽ കൂടി കടന്നുപോയ ജനങ്ങൾ, അവര് മശിഹായുടെ രാജ്യത്തിൽ ദൈവരാജ്യത്തിൽ അവർക്ക് ഇതൊക്കെ ലഭിക്കും എന്നുള്ള അവിടെ വലിയ പ്രതീക്ഷ, ആ പ്രത്യാശയുള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് കർത്താവ് ഇത് പറയുന്നുള്ളത് നാം വളരെ ശ്രദ്ധേയമായിട്ട് നാം ഓർക്കേണ്ടതാണ്. സോ പ്രത്യേകിച്ചും ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന് 5-ാം വാക്യം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് ഭൂമിയെ അവകാശമായി ലഭിക്കും, അല്ലെ? അവർ ഭൂമിയെ അവകാശമാക്കും. അത് പഴയ നിയമത്തില് സങ്കീർത്തനം 37-ാം അധ്യായം 11-ാം വാക്യത്തിലുള്ള ഡയറക്റ്റ് കൊട്ടേഷനാണ്. സങ്കീർത്തനം 37:11 ദ മീക്ക് വിൽ ഇൻഹെറിറ്റ് ദ ലാൻഡ് എന്ന് പറയുന്നത് അതുപോലെ യേശു കർത്താവ് കോട്ട് ചെയ്തിരിക്കുക. അപ്പൊ അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ മീക്ക് അവിടുത്തെ ഒറിജിനൽ കോണ്ടെക്സ്റ്റിൽ, ഹീബ്രു കോണ്ടെക്സ്റ്റിൽ ഇറ്റ് ഈസ് റെഫറിങ് ടു ദി ലാൻഡ്ലെസ്. അവരുടെ ലാൻഡ് പലപ്പോഴും അന്നത്തെ വ്യവസ്ഥിതിയില് അന്നത്തെ സമ്പന്ന വർഗം ദൈവജനം പാവപ്പെട്ടവരെ പീഡിപ്പിച്ച് അവരുടെ വസ്തുവൊക്കെ ഒരുപക്ഷെ പണയത്തിൽ വാങ്ങി അവരെ വളരെ ബുദ്ധിമുട്ടി കൂടി കടത്തിപ്പോയ ആ സാഹചര്യത്തിൽ വളരെയധികം വേദനയിൽ കൂടി കടന്നുപോയ ദൈവജനത്തിന്റെ അവസ്ഥയെ നോക്കിയിട്ടാണ് സങ്കീർത്തനക്കാരന് കൂടി ഈ ഒരു വാക്യം ഇവിടെ നൽകിയിരിക്കുന്നത്, ദ മീക്ക് വിൽ ഇൻഹെറിറ്റ് ദ ലാൻഡ്. അപ്പോൾ ഇവിടെ ഹാഗ്നർ പറയുന്നത് the meek are not persons who are submissive, are not persons who are submissive, mild and assertive, but those who are humble in the sense of being oppressed, hence have been humbled, bent over by the injustice of the ungodly, but who are soon to realize their reward. Those in such a condition have no recourse but to depend upon God. ഞാൻ അതിനെ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഞാൻ മുന്നോട്ട് പോവുകയാണ്. സോ ഇതിനോട് ചേർത്ത് ലെറ്റ് മീ ബ്രിങ് ടു യുവർ നോട്ടീസ് 3 factors to consider. Number 1, the audience of Jesus
or the community or the disciples primarily drawn from the poor, not the powerful, the marginalized, not the privileged. യേശു അത് ഈ ഗിരിപ്രഭാഷണത്തിന്റെ സമയത്ത് മാത്രമല്ല, ഒരുപക്ഷെ യേശു കർത്താവിന്റെ പരശുശ്രൂഷ മൊത്തം നാം എടുത്തു നോക്കുമ്പോൾ യേശു കർത്താവിന്റെ ശ്രോതാക്കളിലും യേശു കർത്താവിനെ അനുധാവനം ചെയ്ത ശിഷ്യത്വ സമൂഹം, അപ്പോസ്തലന്മാർ മാത്രമല്ല, കർത്താവിന്റെ പുറകെ അനുധാവനം ചെയ്ത വലിയൊരു ശിഷ്യ സമൂഹമുണ്ട്. ആ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ആ ശിഷ്യ സമൂഹം എന്ന് പറയുന്നതിൽ അനേകരും ദരിദ്രരും പാവപ്പെട്ടവരും അശരണരുമായിരുന്നു. അന്നത്തെ സമൂഹത്തിലെ പുറന്തട്ടപ്പെട്ട പാപികളെന്നും ചുങ്കക്കാരെന്നും വേശ്യമാരെന്നും എന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ട അനേകരാണ് കർത്താവിന്റെ ശ്രോതാക്കളായി കർത്താവിന്റെ പുറകെ പോയത് എന്നുള്ളത് നമ്മുടെ ചിന്തയിലിരിക്കുക. നോട്ട് ദ റിച്ച്, നോട്ട് ദ പവർഫുൾ, നോട്ട് ദ പ്രിവിലേജ്ഡ്. അവരൊക്കെ ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ അത് കർത്താവിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനും കർത്താവിനെതിരെ കുറ്റം കണ്ടുപിടിക്കുന്നതുകൊണ്ട് അവർ കർത്താവിന്റെ പുറകെ പോയത്. നോട്ട് ടു ലിസൺ ആൻഡ് ടു ഫോളോ ഹിം. രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് the OT allusion to words such as poor, mourn, meek, hunger and thirst. ഈ വാക്കുകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ in the Old Testament all these words were referring to the literally poor, the needy, the oppressed. പഴയ നിയമത്തിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ടിലാണ് കർത്താവ് ഈ തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ പഴയ നിയമത്തോട് ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഈ വാക്കുകളൊന്നും ആത്മീയവൽക്കരിച്ച അല്ല പറഞ്ഞിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ദാരിദ്ര്യം അനുഭവിച്ച ലിറ്ററലായിട്ട് ആക്ഷരികമായി പാവങ്ങളായിരുന്ന ദരിദ്രരായിരുന്ന അശരണരുടെയും അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയിരുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ചുമാണ് പഴയ നിയമത്തില് ഈ വാക്കുകളൊക്കെ അനേക സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് നാം കാണുന്നുണ്ട്. മൂന്നാമത്തെ ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് the Beatitudes make an implicit Christological claim by fulfilling the promise in Isaiah 61:1-2 and verse 7. ദൈവത്തിന്റെ അഭിഷിക്തനായ ദൈവത്തിന്റെ ദാസൻ, കർത്താവിന്റെ ദാസനെ കുറിച്ചുള്ള യെശയ്യാവിന്റെ ആ പ്രോഫറ്റിക് വേർഡില്, ആ പ്രോമിസില് അത് നമ്മൾ പിന്നീട് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ നസറേത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന അതിൽ നാം കാണുന്നുണ്ട്. കർത്താവ് ഡയറക്റ്റ് ആയിട്ട് അത് ഉദ്ധരിക്കുന്നു. എന്നാൽ ഈ ഗിരിപ്രഭാഷണത്തില് അതിന്റെ വേറൊരു റിഫ്ലക്ഷൻ ആണ് കർത്താവ് കൊണ്ടുവരുന്നത്. അതേ വാക്യങ്ങൾ, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ, ബദ്ധരെ വിടുവിപ്പാൻ, അതുപോലെയുള്ള ആ കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ഗിരിപ്രഭാഷണത്തില് അതിന്റെ ഒരു അല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വിവക്ഷ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. സോ ലെറ്റ് മീ മൂവ് ഓൺ. എന്താണ് ഈ വാക്യത്തില് നമ്മൾ ആദ്യമേ കണ്ടത്? അവിടെ who are those who are hunger and righteous, for hunger and thirst. ആരാണ് നീതിക്ക് വേണ്ടി വിശന്നും ദാഹിക്കുകയും ചെയ്യുന്നവർ? ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു വെച്ചത് അത് അക്ഷരികമായി ദാരിദ്ര്യവും പ്രയാസങ്ങളും കഷ്ടവും വേദനയും അനുഭവിക്കുന്ന, ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ അവസ്ഥ, അവരെ കുറിച്ചാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭാഗത്ത് പറയുന്ന നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നത്, നീതി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ റൈറ്റ്വസ്നെസ്, ഇംഗ്ലീഷിലെ പല ട്രാൻസ്ലേഷനിലും റൈറ്റ്വസ്നെസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ ചില സ്കോളേഴ്സ് ഒക്കെ അത് ജസ്റ്റിസ് ആയിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സോ സം ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളേഴ്സ് പ്രിഫർ ദ വേർഡ് ജസ്റ്റിസ് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റ്വസ്നെസ്. The Greek word could be translated either as justice or righteousness. അത് രണ്ടു വിധത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. The Greek word here, dikaiosune, means justice rather than personal righteousness. അനേകരും ഇത് അവരുടെ ഒരു സ്വകാര്യ നീതി ബോധം എന്നുള്ള നിലയിൽ അതിനെ കാണാറുണ്ട്. എന്നാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് അതല്ല, മറിച്ച് നീതി, അത് സാമൂഹിക നീതിയുള്ള ബന്ധത്തിൽ നിന്നാണെന്നുള്ളത് ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. The poor, the grieving and the downtrodden, that is those who have experienced injustice, are by definition those who long for God to act. അപ്പോൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ അന്യായവും അനീതിയും കൂടെ കഷ്ടപ്പെട്ട് വേദനിച്ച ജനസമൂഹം ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർ നോക്കി പാർത്തപ്പോൾ ആ ജനസമൂഹം ദൈവിക നീതി സമൂഹത്തിൽ അവരുടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നതിന് വേണ്ടിയുള്ള അവരുടെ ആ അവസ്ഥയാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ഈ ഗിരിപ്രഭാഷണത്തില് കർത്താവ് പറയുന്നു, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ നമ്മളത് ആദ്യം കണ്ടത് അത് ആരാണ്? രണ്ട്, അവിടെ നീതി എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ആ നീതി അല്ലെങ്കിൽ റൈറ്റ്യസ്നെസ് ഓർ ജസ്റ്റിസ് ഇൻ ഇംഗ്ലീഷ്, that is not just referring to personal righteousness, rather it is referring to our righteousness or justice in relationship to the community of the people around us. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നീതി റിഫ്ലക്റ്റ് ചെയ്യുന്ന, നീതി ബോധവും നീതിയുടെ ജീവിതവും പുലർത്തുന്ന ഒരു ജീവിത ശൈലിയെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഭാഗത്തെ പ്രധാനമായിട്ട് സമർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ വേദഭാഗം നാം മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അത് നമ്മൾ ആദ്യമേ കണ്ടത്, ഞാൻ അതിന്റെ ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് കോണ്ടെക്സ്റ്റ് ഒക്കെ നമ്മൾ കണ്ടു. എന്നാൽ അതിനോട് ചേർത്ത് നമ്മൾ ഈ ഭാഗം, നമുക്കറിയാം, ഞാൻ പറഞ്ഞു 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങള് കർത്താവിന്റെ പർവ്വത പ്രസംഗമാണ്. എന്നാൽ അതിന്റെ ആ ഒരു ബ്രോഡ് കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം കർത്താവ് ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. കർത്താവ് പറയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുകയും. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് പെർഫെക്റ്റ്. അതുവരെ 5-ാം അധ്യായത്തിൽ പറഞ്ഞതെല്ലാം ഒറ്റ വാക്യത്തിൽ കർത്താവ് സംക്ഷിപ്തമായി അവിടെ പറയുകയാണ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരാകുകയും. അപ്പോൾ നീതിക്ക് വേണ്ടി ഉള്ള മനുഷ്യന്റെ വിശപ്പ്, ദൈവജനത്തിന്റെ വിശപ്പും ദാഹത്തെ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ക്യാരക്ടറോട് ചേർത്ത് ചിന്തിച്ചു വേണം മനസ്സിലാക്കുവാൻ. We should try to understand the meaning of the cry and the hunger and thirst for righteousness in relation to the character of God. So first of all, we see in the Bible, the God of the Bible is a God of justice. So it looks like that Jesus concludes, ഞാൻ already പറഞ്ഞു കഴിഞ്ഞു. So here ആ വാക്യത്തിലെ കർത്താവ് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ, here the perfection might refer to the absolute moral purity of God, and holiness, justice and righteousness are the major aspects that constitutes the moral perfection of the Father God. Perhaps here is an echo of what the Yahweh demanded from his people in the Old Testament. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 44-45 വാക്യത്തില്, അതുപോലെ തന്നെ 19-ാം അധ്യായം 2-ാം വാക്യത്തില് അവിടെ കർത്താവ് പഴയ നിയമ ന്യായപ്രമാണം ജനത്തിന് നൽകുമ്പോൾ അതിന്റെ കാതലായിട്ട്, അതിന്റെ അടിസ്ഥാനമായിട്ട്, അതിന്റെ ഫൗണ്ടേഷനായിട്ട് കർത്താവ് പറയുന്ന ഒരു കമാൻഡാണ്, ബി ഹോളി ആസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ആ ഒറ്റ കമാൻഡ്മെന്റിന്റെ ഫർദർ എക്സ്പ്ലനേഷനും എക്സ്പോസിഷനുമാണ് പിന്നെ ലേവ്യ പുസ്തകം 19 കഴിഞ്ഞ് ഉള്ള ആ ചാപ്റ്ററിലൊക്കെ നാം കാണുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ പറയാമെന്നത്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആ 45-ാം വാക്യത്തിൽ, 48-ാം വാക്യത്തില്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണനായിരിക്കുവാൻ കർത്താവ് തന്റെ ശിഷ്യത്വ സമൂഹത്തോട്, ദൈവരാജ്യത്തിന്റെ അംഗങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ, അത് പഴയ നിമിത്തത്തിൽ ലേവ്യ പുസ്തകത്തിൽ യഹോവ മോശയിൽ കൂടി തന്റെ ജനത്തോട് ആവശ്യപ്പെടുന്ന അതേ കാര്യം വേറൊരു ഭാഷയിലെ കർത്താവോട് പറയുകയാണ്, ബി പെർഫെക്റ്റ്, ബി ഹോളി ആസ് ഐ ആം ഹോളി. സോ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ, നമുക്കറിയാം, പഴയ നിയമത്തിൽ അനേക റെഫറൻസ് ഉണ്ട് കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്. അപ്പോ അവിടെ ചിലടത്ത് പറയുന്നുണ്ട്, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജസ്റ്റിസും റൈറ്റ്യസ്നെസ്സും ആണ്. Righteousness and justice are the foundation of God's throne. അപ്പോൾ ബൈബിളിൽ, the Bible not only describes the God of the Bible as loving, merciful and faithful, but also as the God of holiness, justice and righteousness. For example, prophet Isaiah says that the Lord is God of justice. Isaiah 30:18, Isaiah chapter 30 verse 18, where Isaiah portrays God as the God of justice. Our God is a God of justice. അതിനെക്കുറിച്ച് മറ്റു പല ഭാഗങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ ക്യാരക്ടറെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ക്യാരക്ടറിന്റെ പെർഫെക്ഷന്റെ മോറൽ പ്യൂരിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയാണ്. ഗോഡ്സ് റൈറ്റ്യസ്നെസ് ആൻഡ് ഗോഡ്സ് ജസ്റ്റിസ്. അത് മാത്രമല്ല,
നാം പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ, വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ, we also see that God acts with justice. ദൈവത്തിന്റെ സ്വഭാവം മാത്രമല്ല, അവൻ തന്റെ പ്രവൃത്തികളിലും നീതിബോധമുള്ളവനും നീതി നിവർത്തിക്കുന്നവനുമാണ്. ഇന്ന് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, അനേകരുടെ ജീവിതങ്ങളിൽ വാക്കുകളിൽ ഒരുപക്ഷെ സ്വഭാവങ്ങളിൽ നീതി ഉണ്ടെന്ന് പറയും, പക്ഷെ പ്രവൃത്തിയിൽ ഇത് കാണത്തില്ല. പക്ഷെ ദൈവത്തില് ആ ഒരു ഇൻകൺസിസ്റ്റൻസി ഇല്ല. Rather, there is perfect consistency between his character and actions. So, our God acts with justice. അനേക റെഫറൻസ് ഉണ്ട്. ഞാൻ ചില റെഫറൻസ് മാത്രം പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. The Bible also describes that all the actions of God on earth are just and righteous. Yahweh is the God who loves justice and delights in justice. യെശയ്യാവിന്റെ 61:8 അവിടെ പറയുന്നത്, I the Lord love justice. യഹോവയായ കർത്താവാകുന്ന ഞാൻ ന്യായത്തെ, നീതിയെ ഇഷ്ടപ്പെടുന്നു. A God who loves justice. Jeremiah 9, chapter 9:24. There it says that I am the Lord who exercises kindness, justice, and righteousness on earth, for in these I delight. Our God is a God who delights when there is righteousness, justice, and kindness on his world, in his world, in our society. ഇതൊക്കെ വളരെ ആക്ഷരികമായിട്ടുള്ള നിലയിലാണ് അവിടെ പ്രവാചകന്മാരിൽ കൂടി യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. 2 വാക്യം മാത്രം വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. Psalms 103:6. The Lord works righteousness and justice for all the oppressed. The Lord works righteousness and justice for all the oppressed. സങ്കീർത്തനം 142. The Lord secures justice for the poor. അപ്പം ദൈവത്തിന്റെ വളരെ സ്വഭാവത്തിനും ദൈവത്തിന്റെ പ്രവൃത്തിയുടെയും വളരെ വളരെ ദൈവം ഡിലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നീതി എന്ന് പറയുന്നത്. സമൂഹത്തിലെ നീതി. നീതി ആവശ്യമുള്ളവർക്ക് നീതി നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് ഇൻ കൺസിസ്റ്റൻസ് വിത്ത് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്, ആൻഡ് ദാറ്റ് ഈസ് ഇൻ കൺസിസ്റ്റൻസ് വിത്ത് ദി ആക്ഷൻസ് ഓഫ് ഗോഡ് ഓൺ ദിസ് വേൾഡ്, വിച്ച് വി കം അക്രോസ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ മൂന്നാമത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ആശയത്തിലേക്ക് പോട്ടെ. നമ്മൾ ഇതുവരെ പറഞ്ഞത്, നമ്മൾ ഒന്നാമത് കണ്ട ആ വാക്യത്തിന്റെ ഒരു ബ്രീഫ് എക്സ്പോസിഷൻ, രണ്ടാമത് ദൈവത്തിന്റെ സ്വഭാവത്തോട് ചേർത്ത് നമ്മൾ ചിന്തിച്ചു. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത്, we are going to look at this aspect of the justice in relation to the character of God's moral law as revealed in the Bible. ദൈവം തന്റെ ജനത്തിന് നൽകിയിരിക്കുന്ന ന്യായപ്രമാണം, അത് ദൈവത്തിന്റെ നീതിയിൽ നിന്ന്, ദൈവത്തിന്റെ റൈറ്റ്യസ്നെസ്സിൽ നിന്ന് ഉടലെടുത്തിരിക്കുന്നതാണ്. So God's laws have sprung or have been originated from God's love and God's justice for his people. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ക്യാരക്ടർ തന്നെ നമ്മളെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. Timothy Keller affirms that the Bible is a book devoted to justice from first to last. And the Bible gives us not just a naked call to care about justice, but gives us everything we need: motivation, guidance, inner joy, and power to live a just life. പഴയ നിയമം ഊന്നി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. Old Testament affirms God's righteous requirement from his people. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ കൂടി, ദൈവവചനത്തിൽ കൂടി, ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ കൂടി ദൈവം തന്റെ ഹിതം തന്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിൽ അഫേം ചെയ്തിരിക്കുന്ന, ഉറപ്പിച്ചു പോകാൻ ചില കാര്യങ്ങൾ. It is worth noting how Timothy Keller expounds Micah 6:8. Micah 6:8 നമുക്കൊക്കെ അറിയാം അല്ലേ? ദൈവം നമ്മിൽ നിന്ന് തന്റെ ജനത്തിന് എന്താണ് ആവശ്യപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് എന്താണ് ആവശ്യപ്പെടുന്നത്? ടു ഡു ജസ്റ്റിസ് ആൻഡ് ലവ് മെർസി. അതിന്റെ രത്ന ചുരുക്കം ടു ഡു ജസ്റ്റിസ് ആൻഡ് ലവ് മെർസി. Timothy Keller asks a very pertinent and crucial question. Are there two separate things? No. Keller emphatically argues that it is one thing. Both doing justice and loving mercy are one thing. That's what he says. Why? The term for mercy is the Hebrew word chesed, which is God's unconditional grace and compassion. The word for justice is the Hebrew term mishpat. In Micah 6:8, mishpat puts the emphasis on the action, and chesed puts it on the attitude or motive behind the action. So, to walk with God, then we must do justice out of merciful love. അപ്പോൾ ന്യായം പ്രവർത്തിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്ന പറയുന്ന രണ്ട് കാര്യമല്ല, മറിച്ച്
ദയാതൽപരരായി നാം ന്യായം പ്രവർത്തിക്കുക എന്നുള്ള ഏക കാര്യമാണ് മിക 6:8 പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം അത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പഴയ നിയമത്തില് ഈ നീതി, ജസ്റ്റിസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ദ വേർഡ് മിസ്പാത്ത് ആണ്. So that word and its various forms occur more than 200 times in the Hebrew Old Testament. Its most basic meaning is to treat people equitably. സമത്വത്തോടെ, സമഭാവനയോടെ എല്ലാവരെയും ഒരേപോലെ വീക്ഷിക്കുകയും കാണുകയും അവരോട് അങ്ങനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാന അർത്ഥം. It also means more than just the punishment of wrongdoing. It also means to give people their rights. So mishpat or justice is giving people what they are due, whether punishment or protection or care. ഇത് രണ്ടും ജനം തിന്മ ചെയ്യുമ്പോൾ തിന്മയ്ക്കുള്ള ശിക്ഷയും, അത് രാജാക്കന്മാരെ കേൾപ്പിച്ചതാ നീതി ന്യായവും നടത്തുക. അവിടെ അവർക്ക് ശിക്ഷ നടപ്പാക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ അതോടൊപ്പം സർവ്വജനത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന നീതി എന്ന് പറയുന്നത് ശിക്ഷ നടപ്പാക്കൽ മാത്രമല്ല, മറിച്ച് ടു കെയർ ഫോർ ദ നീഡി ആൻഡ് പ്രൊട്ടക്ഷൻ ഓർ കെയർ ഓഫ് ഗോഡ്സ് പീപ്പിൾ. അതും ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നാം ഈ വിഷയം വേദപുസ്തക വെളിച്ചത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ, സെക്കറിയാവിന്റെ പുസ്തകം 7-ാം അധ്യായം 10-11 വാക്യത്തില്, സെക്കറിയ 7 verses 10 to 11, the Bible says, this is what the Lord Almighty says: administer true justice, show mercy and compassion to one another, do not oppress the widow or the fatherless, the migrant or the poor. ഇതൊക്കെ ആക്ഷരികമായിട്ട് ആ അവസ്ഥകളിൽ കടന്നുപോയ 4 കൂട്ടം ജനങ്ങളെ കുറിച്ചാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. So why should we be concerned about the vulnerable ones? It is because God is concerned about them. Consider the following text. അത് സങ്കീർത്തനം 146:7-9, Psalms 146 verse 7-9. God executes justice for the oppressed and gives food to the hungry. The Lord sets prisoners free. The Lord gives sight to the blind. He lifts up those who are bowed down. The Lord loves those who live justly. The Lord watches over the immigrant and sustains the fatherless and the widow, but he frustrates the ways of the wicked. ദൈവത്തിന്റെ നീതി എപ്രകാരം സാമൂഹിക ബന്ധത്തിൽ, ലോക ജീവിതത്തിൽ അവിടെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുകയാണ്. So while considering the teachings of the Old Testament prophets and Jesus Christ, Timothy Keller argues that an encounter with grace inevitably leads to a life of justice. Let me repeat that again. An encounter with the grace of God in Jesus Christ inevitably leads to a life of justice. നാം വാസ്തവമായിട്ട് ദൈവകൃപയെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇന്നവിറ്റബിൾ ആയിട്ട്, ആത്യന്തികമായിട്ട് നമ്മളെ ഒരു നീതിയുടെ ജീവിത ശൈലിയിലേക്ക് നമ്മളെ നടത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ ദിസ് എ പ്രോബ്ലം. നമുക്കറിയാം, പഴയ നിയമത്തിൽ നാം അനേക ദൈവത്തിന്റെ കംപ്ലൈന്റ് അല്ലെ ഗ്രീവൻസസ് അഗൈൻസ്റ്റ് പീപ്പിൾ നമുക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആമോസ്, മീക്ക, ഹോശേയ, ഐസ്യ എന്നുള്ള പല പ്രവാചകന്മാരിൽ കൂടി ദൈവജനത്തിന്റെ അസന്മാർഗീയ ജീവിതത്തെക്കുറിച്ച്, നീതിബോധമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് നമുക്കല്ലേ ആമോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു ചെരുപ്പിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ വിറ്റിരിക്കുന്നു. അതുപോലെയുള്ള വളരെ വളരെ നികൃഷ്ടമായ, അല്പം പോലും നീതിബോധമില്ലാത്ത അവസ്ഥയിൽ ജീവിച്ച ദൈവജനത്തിന്റെ അവസ്ഥക്കെതിരെ വളരെ ശക്തമായ മുന്നറിയിപ്പും പ്രോഫറ്റിക് വേർഡ്സ് ഓഫ് ജഡ്ജ്മെന്റും വാർണിംഗും പഴയ നിയമത്തിൽ അനേക സ്ഥലങ്ങളിൽ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. It all reflects the heart of God, that justice in this world is God's concern. സാമൂഹ്യ നീതി, സമൂഹ ബന്ധങ്ങളിലുള്ള നീതി കിട്ടാത്തവർക്ക് നീതി ലഭിക്കുക, അത് പാവപ്പെട്ടവരെ, അശരണരെ, വിധവമാരെ, പരദേശികള്, ദാസന്മാര്, അങ്ങനെയുള്ള എല്ലാവർക്കും നീതി ലഭിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതവും അത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വലിയ കൺസേണുമാണെന്നുള്ളത് നമ്മൾ ഈ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് കാണുകയാണ്. നമ്മുടെ സമയം പോയതുകൊണ്ട് ഇതിന്റെ ഒരു ചുരുക്കം, ചില പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് കൂടെ ഇതിനോട് ബന്ധത്തിൽ മാത്രം പറഞ്ഞു നിർത്തുകയാണ്.
അത് ചില ലിമിറ്റഡ് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് കൂടുതൽ ഡിസ്കഷനിൽ അതിന്റെ മറ്റ് ഒരുപക്ഷെ ഡീറ്റെയിൽ സ്പെസിഫിക് ഇഷ്യൂസിലേക്ക് പോകാം. ഒന്നാമത്, a life of righteousness or the way of justice is always manifest in our relationships at home, neighborhood, church, and society at large. Without the dimension of social justice, no disciple of Christ can remain or grow as a righteous person. Let me repeat that again. A life of righteousness or the way of justice is always manifest in our relationships at home, neighborhood, church, and society at large. Without the dimension of social justice, no disciple of Christ can remain or grow as a righteous person. രണ്ടാമത്തെ കാര്യം, as we seek to do justice in society, we should beware of two perils, which are self-righteousness and the neglect of integrity and justice in our own personal lives. നമുക്കറിയാം, അനേകര സാമൂഹ്യ നീതിയെക്കുറിച്ച് ഘോര പ്രസംഗിക്കുന്ന ഒരുപക്ഷെ അനേകർ നമുക്ക് കാണാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പലരുടെയും ജീവിതത്തിൽ നാം നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇന്റഗ്രിറ്റി ഇല്ല, അവരുടെ ജീവിതത്തിൽ നീതിബോധമില്ല, അല്ലെങ്കിൽ ഒരു നീതിമാനായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള പലരുടെയും ജീവിതത്തിൽ കാണുന്നില്ല. സാമൂഹിക നീതിയെക്കുറിച്ച് ചിലപ്പോൾ ഘോരം പ്രസംഗിച്ചു, പക്ഷെ അവരുടെ ജീവിതത്തിൽ അതിന്റെ ഒരു കണിക പോലും ദർശിക്കാത്ത അവസ്ഥ, അതൊരു വലിയ ഡേഞ്ചറാണ്. അങ്ങനെയുള്ള ഒരു ഡൈക്കോട്ടമി ലൈഫിന് വേണ്ടി അല്ല, അല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പ് ജീവിത ശൈലി അല്ല ദൈവരാജ്യത്തിന്റെ പ്രജകളാകുന്ന ദൈവമക്കൾ അനുധാവനം ചെയ്യേണ്ടെന്നുള്ളത് നമ്മുടെ ഇന്നത്തെ സ്റ്റഡിയിൽ കൂടി സമർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം, if God has a preferential option for the poor, we need to side with the poor, needy, oppressed, voiceless, and marginalized communities. വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാടുകളുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ സൃഷ്ടി മുതൽ വീണ്ടെടുപ്പും പുതിയ സൃഷ്ടിയും വരെയുള്ള ആ തീമൊക്കെ നാം ചേർന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ദൈവത്തിന് പാവങ്ങളോട്, ദരിദ്രരോട്, അശരണരോട് ഒരു പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. If God is on the side of the poor, God's people have to be on the side of the poor, whatever may be the cost. പക്ഷേ ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിന്റെ നേതൃത്വം നിരക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവരും മറ്റ് ക്രിസ്തീയ നേതാക്കന്മാരും ഒക്കെ ഇന്നത്തെ സമ്പന്ന വർഗത്തോടും അധികാര വർഗത്തോടും ചേർന്ന് നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അവസ്ഥയല്ലേ? എത്രമാത്രം നമുക്ക് അശരണർക്ക് വേണ്ടി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രോവർബ്സിലൊക്കെ പല സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, യു ഷുഡ് സ്പീക്ക് ഫോർ ദ വോയിസ്ലെസ്, യു ഷുഡ് സ്പീക്ക് ഫോർ ദ പവർലെസ്. പവർലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി, വോയിസ്ലെസ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടി നാം ശബ്ദമുയർത്തണം, നിലനിൽക്കണം എന്നുള്ളത് ദൈവവചനത്തിൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യതയിൽ വിശ്വസിക്കുന്ന ദൈവജനം പലപ്പോഴും സൗകര്യപൂർവ്വം ദൈവവചനത്തിലെ ഈ ഭാഗങ്ങളൊക്കെ മറന്നു പോകുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ സത്യമാണ്. അതുകൊണ്ടാണ് സെക്കറിയാവിന്റെ പുസ്തകം 7-ാം അധ്യായം 11-ാമത്തെ വാക്യം വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. This is what the Lord Almighty says, administer true justice, show mercy and compassion to one another, do not oppress the widow or the fatherless, the immigrant or the poor. By referring to this verse, Timothy Keller proclaims a prophetic challenge to the church in our days by saying, listen carefully, today this quartet, അതുപോലെ ഈ 4 ജനവിഭാഗം, അതായത് വിഡോ, ഫാദർലെസ്, ഇമിഗ്രന്റ് ആൻഡ് പുവർ എന്ന് പറയുന്ന ഈ 4 ജനവിഭാഗങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ടുഡേ ദീസ് കാറ്റഗറീസ് വുഡ് ബി എക്സ്പാൻഡഡ് ടു ഇൻക്ലൂഡ് ദ റെഫ്യൂജി, ദ മൈഗ്രന്റ് വർക്കർ, ദ ഹോംലെസ് ആൻഡ് മെനി സിംഗിൾ പേരൻസ് ആൻഡ് എൽഡർലി പീപ്പിൾ. The mishpat or justness of a society, according to the Bible, is evaluated by how it treats these groups. Any neglect shown to the needs of the members of this quartet is not called merely a lack of mercy or charity, but a violation of justice, of mishpat. God loves and defends those with the least economic and social power, and so should we. That is what it means to do justice. ദയാതൽപരരായി ലോകത്തിൽ നീതി പ്രവർത്തിപ്പാൻ വേണ്ടി ദൈവം തൻ്റെ ജനതയായ പഴയ നിയമ ഇസ്രായേലിനെ ഈ ലോകത്തിലാക്കി വെച്ചപ്പോൾ അവര് ആ ദൗത്യത്തിൽ, ആ മിഷനിൽ പരാജയപ്പെട്ടെങ്കിൽ
ഇന്ന് ക്രിസ്തുവേശുവിൽ കൂടി ദൈവകൃപ രുചിച്ചറിഞ്ഞ് ദൈവമക്കളായി തന്റെ ശിഷ്യത്വ സമൂഹമായി മാറിയ സഭയെ ദൈവം ഈ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ടു സീക്ക് ജസ്റ്റിസ്, ടു ഡു ജസ്റ്റിസ് ആൻഡ് ആക്ട് വിത്ത് ലവിംഗ് കൈൻഡ്നസ്. So in conclusion, let me affirm what Keller says. One beautiful sentence. A life poured out in doing justice for the poor is the inevitable sign of any real true gospel faith. A life poured out in doing justice for the poor is the inevitable sign of any real true gospel faith. So let us hunger and thirst after justice and righteousness. Let us repent of our neglect of social justice, which is an essential component of kingdom ethics. So let me conclude with this. The time is open for you to discuss, to further expand and discuss, and even perhaps for any clarification. Isaac, yeah. Thank you so much, Isaac. And I also saw one comment which said very excellent presentation, very excellent articulation, and it's really so. Second thing I want to really appreciate is most of the times we tend to go to passages in Old Testament when we want to speak on justice matters relating to God. But it's really good that you have taken the Sermon on the Mount, the ethics of the kingdom of God, and tried to develop on it, which is the need for our church as well, because most of the times we don't really bring out the justice of God from the New Testament. My question is also the question that you asked, the second question that you asked as you started. Did Stan Swami get justice from God? No. So the tendency, when you also quoted Hagner, is to see that those who are struggling, the 4 types of people struggling, are blessed because did you say that one day they will seek justice, they will get justice in the kingdom of God? And isn't that then also the way today we say justice will come one day? Or does Hagner also relate to the kingdom of God in the now? No. Hagner actually relates to the kingdom of God now. But in that background, he is referring with the Old Testament. He says that because they were denied justice by the same very people of God, by their own kith and kin. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് സമൂഹത്തിൽ നീതി ലഭിക്കാഞ്ഞപ്പോൾ അവരുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് മശിഹായുടെ രാജ്യത്തിൽ അവർക്ക് നീതി ലഭിക്കും എന്നുള്ള ആ വലിയൊരു ആഗ്രഹത്തിനും പ്രതീക്ഷയിലായിരുന്നു. അപ്പൊ മശിഹായുടെ രാജ്യത്തിലെ ദൈവനീതി എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ പഴയ നിയമ ജനത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന അത് അക്ഷരികമായിട്ട് നിറവേറണമെന്നുള്ളത് ആണ് ദൈവത്തിന്റെ ആഗ്രഹം. അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതവും യേശു കർത്താവിന്റെ ഹിതവും അത് തന്നെയാണെന്നുള്ളതാണ് ഹാഗ്നർ പറഞ്ഞത്. ഹാഗ്നർ അത് ആപത്തിലല്ല പറയുന്നത്, അല്ല സതീഷ്, അങ്ങനല്ല. വാസ്തവത്തിൽ അത് അക്ഷരികമായിട്ട് അതിനുവേണ്ടി സഭ ദൈവമക്കൾ പ്രവർത്തിക്കണം. നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കോളിങ്ങിന്റെ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ദൈവരാജ്യത്തിന്റെ പ്രജകളുടെ നിലയിൽ, പ്രത്യേകിച്ച് ന്യൂ കവനന്റ് പീപ്പിൾ എന്ന നിലയിൽ അത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണെന്നുള്ളതാണ്. സതീഷ, ഞാൻ രണ്ടാമത്തെ ചോദിച്ച ചോദ്യം എന്റെ മനസ്സിൽ അലട്ടുന്ന ചോദ്യമാണ്. ആ ചോദ്യം എനിക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഞാൻ തിരിച്ചു ദൈവത്തോട് തന്നെ ചോദിച്ച ചോദ്യം, ദൈവത്തിന്റെ സ്വന്തം പുത്രനായ യേശു കർത്താവിന് ലോകത്തിൽ നീതി ലഭിച്ചില്ല, പിതാവിന്റെ സന്നിധി ലഭിച്ചോ? അതിന് എനിക്ക് കിട്ടിയ ഉത്തരം, he received a justice and justice of the cross. And I believe perhaps, or Father Stan Swami received a justice of God through the way of the cross. That is for the followers of Christ. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ നീതി, ആ ദൈവിക നീതി, അത് പക്ഷെ നമുക്ക് പറയാൻ എളുപ്പം. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് അതിന്റെ കോസ്റ്റ് എത്രമാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. Isaac Chan, if I can come in. Yes, please. Thank you. In fact, the only reason I came today is because you are speaking. I think one good sign of a good presentation is that it provokes more questions than provides answers. I have a series of questions here. I'm sorry I came in late,
So if I have missed out anything, and please pardon me. And this is not a question directed specifically to Isaac Chan. Probably anybody can try to address it. I don't know if I missed out at any point. Have you defined the word social? So when you say God and social justice, what do you mean by that term social? Because there is, I think, to some degree, there should be a difference between what we would understand as social justice and the sociality of justice, which I think you were trying to speak about. So when you say God and social justice, or when we speak about the sociality of justice, what should be our starting point for understanding justice? Should it be God, or should it be the human situation of injustice? Secondly, I think towards the end, you're talking so much about speaking for the oppressed. But, under the influence of maybe post-colonial theory and, ideas, there is a shift in the whole way missions is envisioned today. So once upon a time, we used to speak about missions to the margins. If I were to reflect on my own, early days of, being in fellowships, Christian fellowships, the kind of teaching that was imparted to us was that we had to go out to needy areas, villages, tribal areas, go to the people in need and do ministry to them. But today, with the coming in of education and various other parameters, the whole trend of mission has changed, where people are talking of missions from the margins. Now, the difference over here between missions to the margins and missions from the margins is, today, it is not about we speaking for them. Rather, at the heart of people who argue for missions from the margins is, they are saying that you must listen to us, not speak for us. For example, I don't know if this is a good example to take, though, maybe perhaps a good number of us sitting over here with some varying degrees. Most of us are from a so-called privileged class or, caste or society or whatever you want to call it. So how can we, who have never experienced what it means to go through the oppression of a Dalit, or what can I as a man who has never experienced what it means to go through an experience of what an abused woman has gone through, how can I speak for them? So where should be the starting point of understanding justice, either in terms of social or sociality? So missions from the margins versus missions to the margins. So here, before we even speak about envisioning this concept of justice, be it in terms of social or sociality, how are the voices of people who are actual victims of systems of injustice being represented in our discourses? Because in this group, I don't think there is anybody who has gone through that situation. Thirdly, you quoted a very interesting quote from Tim Keller towards the end. I cannot recall it. But going by that definition, do you want to say that? I don't know. Yeah, last one. A life poured out in doing justice for the poor is the inevitable sign of any real, true gospel faith. Fantastic. And I fully agree with that. No doubt about that. Yesterday, one of the breaking news on, I think, all the news channels was the rape of a 12-year-old girl by a 65-year-old man who was a grandfather in a slum in Delhi. It was there in NDTV, it was there in all this. But it was a person like Kailash Satyarthi who intervened and brought her case to the public, and they are still fighting for justice. Would a person like Kailash Satyarthi qualify to be a representation of the gospel in such a situation?
And added to that is my next question. How would we, who are concerned for issues of justice, want to work with people in the secular field? You name Harsh Mandar, you take people like Vrinda Grover, there are many voices like this, who are there day and night, sleepless nights, going around and speaking for justice. And finally, this is, I think, a general concern of mine, which please don't misunderstand me. But when we speak of, issues like this in the Indian context, now repeatedly we are using people like Tim Keller and all this. Fantastic, we should overcome these binaries, yes. But where are the Indian voices that have spoken on justice? There are some brilliant Indians, who have contributed fantastic dimensions to broaden our perspective and horizon when it comes to justice. Okay, for example, you take a simple work like The Idea of Justice by Amartya Sen. Agree or disagree, whatever it is. But how do engaging with those kinds of ideas help us to broaden our understanding of justice from a biblical perspective? So these are some of the questions that I wanted to raise. Thank you. Anybody, if you can help me or throw some light, it would be nice. Thank you. Thank you, Amrit. I'm not going to answer the questions. Thank you for asking these questions. And most of the questions I also share with you. Perhaps we are grappling with some of these issues. I was taking this primarily as a Bible study, not as a topical study. So that is why I tried to limit this, even my reference to primarily to biblical scholars or from our own limited understanding. I didn't go outside of that much to refer or engage. But as you said, that is truly needed. I appreciate that. Yeah. എൻ്റെ ചില ഒബ്സർവേഷൻ എന്താന്ന് ചോദിച്ചാല് is a very vast area. അതിനകത്ത് നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോകാൻ വളരെ പരിമിതികളുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ ഒരു റീഡിങ് ഞാൻ എൻ്റെ ഒരു to add on to what Isaac Chayan was presenting, Old Testamentum New Testamentum relate ചെയ്യുമ്പോൾ എൻ്റെ ഒരു ചിന്ത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു prophetic movement എന്ന് പറയുന്നത് ഒരു എസ്കറ്റോളജിക്കൽ മൂവ്മെന്റ് ആണ്. എസ്കറ്റോളജിക്കൽ തിയോളജി ആണ് prophetic theology. ആ ഒരു ആസ്പെക്ട് നമുക്ക് പെന്ററ്റ്യൂക്കിൽ കാണാൻ സാധിക്കത്തില്ല. So when we look at the understanding of justice, I don't know I can properly say it is social justice or social what the term Amrut was suggesting. Now I have to think through those lines. But anyway, I will take the word social justice for the time being. And in the Pentateuch movement, the priestly, we can say the priestly discourse, there is a specific way of looking at the issue of social justice. But when it comes to the prophetic movement, it is more eschatological. Eschatological means God is going to recreate everything. That is eschatology in Old Testament. So God did everything perfectly, but something happened at every point. Then God will recreate the same again and again. So in that sense, I believe that in this world, the justice will be witnessed in a certain way, because it is God's world, and God will try to recreate justice through His Spirit, through the work of His Spirit. And definitely, when Isaac Chayan presented on the topic of Sermon on the Mount, I'm sure Jesus believed that recreation of the old movement towards justice already started in Jesus Christ through the church. So I believe that it will happen. So it is a very positive note, though I think it is the movement towards justice. And already there was a question from Amit's side, whether Amartya Sen and it is Satyarthi. I think God is working through various methods, various means, various personals, maybe excluding the church
because God's Spirit movement is something beyond that we can define through the boundaries of the church. So that is what I believe. So I am very optimistic that justice will be established in this world. So we have to partner with the movements and the people who may not be part of the church, because it is the high time for us to partner with them if the church is not much worried, much concerned. But I won't say the church is not concerned. I know that church is still the work of God and still concerned. This is my observation and my positive, optimistic comment on the topic. Thank you very much. I really enjoyed. Thank you, Achan. Coming back to Amrit's question, we can't just ask him to present a paper, which we can always, but still, Amrit, do you think that there is a binary that is being created when you divide between social? Of course, it could be defined, social and sociality of justice, man and woman. Of course, there are injustices on both sides. And then you referred to the secular and the spiritual people involved in justice matters. And I think you referred to one more area. But not listening from the margins. Now, do we need to hold on to such binaries, or does justice demand that we stand side by side? Because to create a binary and then to, of course, liberation theology does come in from the some writings where we needed to hear from the margins. The pedagogy of the oppressed is one example that I always think. But then, don't you think that justice demands not a binary, but rather a call for us to stand side by side between the oppressed and both the people who stand with the oppressed, between men and women who stand together? I don't know what you feel. Did I see a binary in what you were presenting or asking? I think you've understood it slightly differently. This was not to reinstate or to reinforce binaries. Because when we speak, even today, when we speak of, bringing justice for, the oppressed, we are proceeding with a binary mindset. Agreed, but it may not have come in necessarily. So today, when we speak of justice, when whether it's a Bible study or whether it's engaging with the voices, like for example, one good voice to engage with maybe is, since you were saying a Bible study, maybe a view by M.M. Thomas. He's done a lot of Bible studies in Malayalam, and I'm sure Isaac Chan knows all his writings. Okay, so today when we speak of justice, where is this understanding of justice? By representing all these voices and then coming to a common platform and putting our views together and using that to reimagine how God's justice can be done in the present context. So it is not about reinforcing binaries. And it is not one against the other either. Neither is that. But to speak of justice without hearing the other, or without the other being represented, that itself is injustice. So that is where that is where we have to begin. We have to begin to correct ourselves. So it's more a question of, before it's a question of epistemology, okay, knowing, it's a question of methodology, the approach that we take to know. Let me stop with that. Yeah. Of course, as to be part of the poor or the people who are really suffering, and then from there representing the concern is the ideal. There's no doubt that the whole principle of incarnation or incarnational ministry of Jesus itself is the same. So that maybe we need to continue that exercise of being with the
with the people who are, but when we say that the God is with the poor, with the marginalized, God is with the vulnerable or oppressed, then are we also? Is the question. That it is not just we serving the poor. Just whether are we like, but then that's a journey. It's not. It's very easy to say, but then it's a journey. How quite a lot of people, maybe when we were talking about Stan Sami or many other people who went and lived with them, experienced and lived among them, and experienced their struggle and represented their issues, is a lifestyle. But a lot of people will be talking, and books will be there, papers will be there. But then that is a lifestyle. It's a call where if we truly identify with the people who really suffer and stand with them and then fight for the justice is the call. Because many times we behave like kind of a saviors from a safe position. We are like that, like we sending missionaries, senders, contributors, and then as if we have the justice and we will ensure the justice, and with like kind of a from the powerful, as if we are powerful, and then we are as if, and we are going to serve the poor, serve the powerless, like that kind of a approach is the traditional approach, and very many times we are all comfortable with that. It's because in a comfortable position we can stand and then say that okay, we want to do the service. And then good models what we have seen is the people who live with them, live with them, identify with them. Doesn't mean that we should not have anything else, or we should not understand, study, argue. That's not then how much we will be able to identify with the people and live with them and fight for them. Fight not just for them, fight with them. That's the whole idea. So I think that's a journey which we need to take in our life. But then more than that, I think the whole challenge for us through the Bible study is the basic understanding. Are we really concerned about the whole issue, or are we still concerned about my safety, my salvation? So I think that is the challenge Isaac was bringing before us, saying that can we think beyond that, and the salvation, or whatever we say, God, salvation, gospel, whatever we say, it has it is not just so-called spiritual, but of course in many times when I speak, I'll say everything is spiritual, because if it's God's concern, it is spiritual only. But then in other words, but then we have an understanding of the dichotomy, or not even dichotomy, a fragmented understanding. So that is the issue, I think, I suppose, asking us, or maybe that's the challenge before us to continue to work on, especially in the it's not only in the church. Of course, in the church context, we say the same. The society as a whole, we want to have a kind of a self-saving situation we are in. So for that, rest of the things comfortably we will try avoid, because other things are disturbing, other things are costly, other things are maybe the Jesus pattern. I was thinking when he was talking about whether God,
What's the question? Saying that whether God has done injustice to Stan Swami or no. whether So he restored justice. whenever the suffering in this world, you know, that question always will come, no. But then the Stan Swami himself said there in the hospital, he's saying that I surrender. That's the final word he's told to the rest of the sisters in a very what's it, a glorious, very calm, graceful way. He told the rest of the people, saying that I surrender. Maybe the same word what Jesus has told. No? On the cross, many people there, you know, whether Jesus, God has abandoned him, and that same, I think, message is there even with us till he comes. I think whatever we say, justice will be done, will be established, and whatever we say till he comes, I think we need to continue to stand for God's cause, no? But like whatever we say, justice and everything, we bring everything together, and then and gracefully hand over our life, whether we are in jail or whether we are in poverty, and hand over our life to the Lord, and wait for that great expectation. So this is that journey we need to continue. We cannot just say that, okay, we have everything, we will give the answer, we will solve everything. But then maybe till the end, like stand with the Lord and then give our life back to the Lord as Stan Swami has surrendered. No, it is one word which really touched my life. From that hospital, now he said that I surrender to the rest of the sisters. So that's the attitude he had. He was not, he didn't say that, okay, oh, no justice is done to me. He's not saying that, okay. He was concerned about those tribals, and to then he said, okay, I surrender, which means, you know, the rest of us, we need to continue, and it was then we also need to give back to the Lord everything and go move on. That is the thought came in my mind. Thank you. Okay, thank you. Thank you, Isaac, and thank you everyone who participated and contributed towards the discussion. അവസാനിപ്പിക്കാം. എല്ലാവർക്കും പ്രാവശ്യം കൊണ്ട് നന്ദി പറയുന്നു. നമ്മുടെ ക്ലോസിംഗ് പ്രയർ ആൻഡ് ബെനഡിക്ഷൻ ആയിട്ട് രജി ജോർജ് വർഗീസ് അച്ഛനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഈ മാസത്തെ ബൈബിൾ സ്റ്റഡി വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യുവാൻ ഇവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും നീതിയുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയും അനീതി നിറഞ്ഞ ലോകത്തിൽ പല രീതിയിലുള്ള തിന്മകളെ കണ്ടും അനുഭവിച്ചും ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും അതിന്റെ ഫലം വളരെയധികം, അതിന്റെ തിന്മയുടെ ഫലം അനുഭവിക്കുന്നത് സാധുക്കളും അശരണരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമാണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. And they are it is time for them to speak. അവരുടെ സംസാരം കേൾക്കേണ്ടതായ സമയം ആണെന്നും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുന്നു, കൂടുതലായി ദൈവത്തിന്റെ ആ രാജ്യം സമാഗതമാകുവാൻ. കർത്താവെ, അതിന്റെ പ്രവർത്തനം മുൻപോട്ട് പല രീതിയിൽ നടക്കുമ്പോൾ അതിന് വിരുദ്ധമായ ഒരു ശക്തി ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നത് ഒരു മർമ്മമാണ്, ഒരു വസ്തുതയാണ്. കർത്താവെ, അത് ഞങ്ങൾ എല്ലാ മേഖലയിലും കാണുന്നുണ്ട്. കർത്താവെ, സഭയിലൂടെയും സഭയ്ക്ക് പുറത്തും ദൈവത്തിന്റെ ആത്മാവിനെ പ്രവർത്തിക്കുവാനും ആളുകളെ പല ദൗത്യത്തിനു വേണ്ടി സജ്ജരാക്കി ഉപയോഗിക്കുവാനും സാധിക്കുമെന്ന് കാലം തെളിയിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, ദൈവം, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവാത്മാവിന്റെ ഇടപെടലിനെ കുറിച്ച് വിവേകമുള്ളവരായി അതിന്റെ പങ്കാളികളാകുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഇടപെടലിൽ നിന്ന് മാറി ഞങ്ങൾ പോയി ദുഃഖിക്കേണ്ടവരായി തീരാതെ, കർത്താവെ, ദൈവത്തോട് ചേർന്ന ഈ കാലത്തിലെ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുവാൻ, അതിന്റെ വിവിധ വശങ്ങളെ, വിവിധ തലങ്ങളെ, വിവിധ മേഖലകളെ തിരിച്ചറിയുവാൻ സഹായിക്കണം. സഭയുടെ ഭാഗമാണ് ഞങ്ങൾ. സഭ പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിതമായ ദൈവ സൃഷ്ടിയാണ്. സഭയെ ദൈവം ഉപയോഗിക്കുന്നു. സഭയിലൂടെയും
അല്ലാതെയും ഇന്ന് ദൈവം പ്രവർത്തിക്കുന്നതും ഞങ്ങൾക്കറിയാം. ഇതൊക്കെയും ഞങ്ങളെ കണ്ട് അങ്ങേ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ബൈബിൾ സ്റ്റഡി നയിച്ചതായ പ്രിയ ഐസക് തോമസ് ഐസക് ജാനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷയെ വാഴ്ത്തണമേ. ഇതിൽ പങ്കാളികളായ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ട്രേസിയുടെ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു, നാളത്തെ സ്റ്റഡിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ ക്രമീകരണങ്ങളെയും പ്രോഗ്രാമുകളെയും എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കാര്യങ്ങളിലേക്ക് മുൻപോട്ട് നടത്തണമേ. അനുഗ്രഹീതമായ ഈ രാത്രിയിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ചേർന്നിരിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുതിയ പ്രഭാതം ഉണർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. പുതിയ ഒരു ആഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അനുഗ്രഹീതമായ ഒരു വീക്കെൻഡും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരുടെയും കൂടെ, പ്രത്യേകിച്ചും അനീതി നിമിത്തം ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങളോടും കൂടെ ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.